ഇന്നൊരു അഡ്വഞ്ചർ ആയാലോ? വെരി വെരി അഡ്വഞ്ചർ. ഇന്ന് നമ്മൾ ഒരു കോട്ടേജിലേക്കാണ് വന്നേക്കുന്നത്. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, അത് കാരണം നൈറ്റാണ് വ്യൂ. അതെ, ഇന്ന് നൈറ്റാണ് നമ്മളിവിടെ നിൽക്കാൻ പോണത്. വൈൽഡ് ഹെവൻ കോട്ടേജ് അതാണ് പേര്. ചാലക്കുടി സിൽവർ സ്റ്റോമിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. തൊട്ടടുത്തെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഉള്ളിലേക്കാണ്, കാടിൻ്റെ സൈഡാണ്. അതാണ് അഡ്വഞ്ചർ ആയാലോ എന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ. വളരെ മിനിമലായിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള റിസോർട്ട് ഒരു സെറ്റപ്പ് അല്ല, പക്ഷേ നല്ല എല്ലാവർക്കും ഒരു 8 പേർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. നമ്മൾ കൂടുതലും അഡ്വഞ്ചറാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അങ്ങനെ രാത്രി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു. രാവിലെയാണ് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയത്. ഇതാണ് രാവിലത്തെ വ്യൂ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലൻ വ്യൂ ആണ്. രാത്രി നമുക്ക് മ്ലാവിൻ്റെ സൗണ്ടൊക്കെ കേട്ടു കേട്ടോ. ശരിക്കും പേടിച്ച് ആദ്യമൊക്കെ ഒന്ന് കേട്ടപ്പോൾ. പിന്നെ കേട്ട് കേട്ട് ശീലമായി. പിന്നെ രാത്രി കംപ്ലീറ്റ് പാട്ടൊക്കെ വെച്ച് നല്ല വൈബ് മൂഡായിരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗം എന്ന് വെച്ചാൽ കാടിൻ്റെ തൊട്ട് സൈഡിലാണ് നമ്മളുടെ ഈ കോട്ടേജ് സ്റ്റേ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കുറച്ചും കൂടി അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിവിടെ വരണം. കാരണം അത്രയും കിടിലൻ വൈബുള്ള ഏരിയ ആണ്. ബാച്ചിലേഴ്സിനായാലും ഫാമിലീസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും ധൈര്യമുള്ള ആൾക്കാരാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ ഫാമിലിയാണ് വന്നേക്കുന്നത്, പക്ഷെ ധൈര്യമുള്ള ആൾക്കാർ എന്തായാലും വരണം. അല്ലാത്തവർ വരണമെന്ന് ഞാൻ പറയണേ, അങ്ങനെ ഒരു ധൈര്യമാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ വന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് വെക്കേറ്റ് ചെയ്യുകയാണ് അവിടെ നിന്ന്. രാവിലെ വൈകുന്നേരം ലേറ്റായി എത്തിയപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഫ്രഷൊക്കെ ആയി നമ്മൾ പിന്നെ പയ്യെ അതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടമൊക്കെ കാണാമെന്ന് വിചാരിച്ച് പയ്യൊക്കെ ഒന്ന് ഇറങ്ങി ഇവിടെ മുഴുവനും ഒന്ന് നടന്ന് കണ്ട്. രാത്രി കാണുന്നേക്കാട് രാവിലെ കാണാനാണ് കേട്ടോ ഏറ്റവും രസം. അതുപോലെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാന്നൊക്കെ വിചാരിച്ച് വൈകുന്നേരമൊക്കെ റെഡി ആക്കി, പക്ഷേ അതിനുള്ള സമയം ഉണ്ടായില്ല. ഒന്നാമത്തത് നമ്മൾ പയ്യെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളങ്ങോട്ട് പോയില്ല. പിന്നെ രാവിലെ പോകാനായാലും രാത്രി നല്ല മഴയുണ്ടായത് കാരണം പിന്നെ ഇറങ്ങാൻ നിന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയൊക്കെ ആയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് അതിരപ്പള്ളിക്ക് പോകുന്നു. അതിരപ്പള്ളി അടിപൊളിയാണ് ഇപ്പോഴും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞാൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഫോർവേഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു, ലവ് യു.